സൂക്ഷിക്കുന്നത് പോലെ വെക്കേണ്ടതാണ്. അപ്പൊ എല്ലാവരും അതൊക്കെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കാർഡിയോ ആക്റ്റീവും അല്ലെങ്കിൽ അതിന് പകരം നമുക്ക് BP ബാലൻസ് സിറപ്പ് കഴിച്ച് നമ്മുടെ ഹാർട്ടിനെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് വെക്കാൻ പറ്റും. എത്ര ഉയരങ്ങളിൽ നിങ്ങൾക്ക് കയറുമ്പോഴും ചില ആൾക്കാരൊക്കെ പറയാം ചെറിയ സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ കയറാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, ശ്വാസം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർക്കൊക്കെ കാർഡിയോ ആക്റ്റീവ് ഒക്കെ കഴിച്ചുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോ ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. ഡോളി സാറിന് കുറേ കാര്യങ്ങൾ നമ്മളോട് എന്താണ് പ്ലാനിങ്ങിനെ കുറിച്ച് പറയാനുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ പ്രിയങ്കരനായ എത്രയും പ്രിയപ്പെട്ട ജോളി സാറിനെ വെൽക്കം ചെയ്യാം. സാറ് റെഡിയാണെന്ന് തോന്നുന്നു. നോക്കട്ടെ, ടാൻഡിങ് 2 മിനിറ്റ് സംസാരിപ്പിക്കാം. സാർ പ്ലീസ് വെൽക്കം സാർ. ഓക്കെ, താങ്ക് യു റോസ മാഡം. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരുപാട് പ്രോഡക്ട്സിനെ പറ്റി വളരെ ചുരുക്കി എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്തു. പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഇനിയുള്ള വേറൊരു ദിവസം കൂടുതൽ ഉൽപ്പന്നങ്ങളെ കുറിച്ചുള്ള അറിവ് ഞങ്ങൾക്ക് ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനോടൊപ്പം പ്രോഗ്രാമിൽ ആയിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇനി ആരെങ്കിലുമൊക്കെ നമ്മുടെ ടീം അംഗങ്ങൾ ഇനി നമ്മുടെ മീറ്റിംഗ് റൂമിൽ ഇല്ല എങ്കിൽ അവർക്ക് ലിങ്ക് അയച്ചു കൊടുത്തൊന്ന് വിളിക്കുക, ഓർപ്പിക്കുക. നമുക്ക് 100 പേർക്ക് പങ്കെടുക്കാവുന്ന ഒരു മീറ്റിംഗ് റൂമാണിത്, ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ സൂം പ്ലാറ്റ്ഫോം. നമ്മൾ കൊറോണ തുടങ്ങിയപ്പോൾ മുതൽ ഇന്ന് വരെ നമ്മൾ മീറ്റിംഗ് മുടക്കിയിട്ടില്ല. കാരണം ടെക്നോളജിയിലൂടെ നമ്മൾ ബിസിനസ്സിനെ അതിവേഗത്തിൽ കൊണ്ടുപോകാൻ കഴിയും എന്ന് കൊറോണ സമയത്ത് നമ്മൾ പഠിപ്പിച്ചു അല്ലേ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കുന്നു. കാരണം കൊറോണ സമയത്ത് സകല ബിസിനസ്സുകളും ഡൗൺ ആയ സാഹചര്യത്തിൽ അല്ലേ, തിയേറ്ററുകൾ അടച്ചിട്ടു, ഷോപ്പിംഗ് സെന്റേഴ്സ് അടച്ചിട്ടു, അതേപോലെ എക്സിബിഷൻസ് ഇല്ല, വലിയ പ്രോഗ്രാമുകളില്ല, കൺവെൻഷൻ സെന്ററുകളില്ല. ആകെ തുറന്ന ചില ഷോപ്പുകൾ എന്ന് പറയുന്നത് നിത്യോപയോഗ സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഷോപ്പുകൾ മാത്രമാണ്. അപ്പൊ ആ സമയത്ത് 10% വളർച്ച നമ്മളുടെ ഈ മോദി കെയർ പോലെയുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾക്ക് നൽകിയത് തീർച്ചയായിട്ടും ഇതേമാതിരിയുള്ള സൂം മീറ്റിങ്ങുകളും ഓൺലൈൻ സർവീസും കമ്പനിയുടെ അതർ ഫെസിലിറ്റീസൊക്കെയാണ്. അപ്പോൾ ഏതൊരു പ്രതിസന്ധി കാലഘട്ടത്തിലും മോദി കെയർ പോലെയുള്ള നല്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും, സാമ്പത്തികമായ ബുദ്ധിമുട്ടോ ആരോഗ്യപരമായ പ്രശ്നങ്ങളോ ഉണ്ടാകില്ല എന്നുള്ളത് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു. ശരിയാണോ ലീഡേഴ്സ്? ശരിയാണോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി. ഓക്കെ, താങ്ക് യു. അപ്പോ ഞാൻ പറഞ്ഞു വന്നു, അപ്പോ ഏത് പ്രതിസന്ധി കാലഘട്ടങ്ങളെയും അതിജീവിക്കാൻ കരുത്തുള്ള ഒരു ബിസിനസ്സിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അപ്പൊ അതിന് സഹായിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ സൂം മീറ്റിംഗ് ആണ്. അന്ന് മുതൽ ഇത്രയും നാൾ വരെ നമ്മൾ കൃത്യമായിട്ട് റെന്റ് കൊടുത്തുകൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോം, ഈ ഒരു മീറ്റിംഗ് റൂം നിലനിർത്തുന്നു. അപ്പൊ എനിക്ക് എല്ലാവരോടുള്ള റിക്വസ്റ്റ്, ഇങ്ങനെ കിട്ടുന്ന ഈ സൗകര്യം പരമാവധി എല്ലാവരും പ്രയോജനപ്പെടുത്തി റോസ മാഡം പറഞ്ഞ പോലെ നമ്മുടെ ആരോഗ്യവും അതേമാതിരി നമ്മുടെ സമ്പത്തും നമ്മളെ കോണ്ടാക്ട്സും നമ്മളെ ഫ്രണ്ട്ഷിപ്പും ഇതെല്ലാം നിലനിർത്താനായിട്ട് ഈ സൂം പ്ലാറ്റ്ഫോം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മാസത്തിന്റെ ആദ്യത്തെ ദിവസമാണ്. എങ്കിലും കഴിഞ്ഞ മാസത്തെ ബിസിനസ് ഇനിയും ക്ലോസ് ചെയ്യാത്ത ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ പോരായ്മകൾ ഉണ്ടെങ്കിൽ ഇന്ന് 12 മണി വരെ ചെയ്യാനുള്ള സൗകര്യം കമ്പനി തന്നിട്ടുണ്ട്. ഇന്നത്തെ പർച്ചേസിൽ നമുക്ക് ഈ മാസത്തേക്കോ കഴിഞ്ഞ മാസത്തേക്കോ BB ഓപ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ എല്ലാവരും അത് പ്രയോജനപ്പെടുത്തുക. ആദ്യം ഈ മാസത്തെ 3-4 കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ പ്രസന്റേഷനിലേക്ക് കടക്കാം. ഇന്നത്തെ പ്രസന്റേഷന്റെ പ്രത്യേകത ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. വേറൊന്നുമല്ല, നമ്മുടെ സൂം മീറ്റിങ്ങുകൾ കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കാൻ, കുറച്ചും കൂടി കൂടുതൽ ഉപകാരപ്രദമാക്കാനായിട്ട് പുതിയ പോയിന്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കുറച്ചും കൂടി എങ്ങനെ മികച്ചതാക്കാം എന്ന് ചിന്തിച്ചപ്പോൾ കിട്ടിയ കുറച്ച് പോയിന്റ്സ് ഒരു പ്രസന്റേഷനായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ തോമസ് സാറ് പ്രത്യേകം പറഞ്ഞായിരുന്നു നമ്മളെ പ്രോഗ്രാമുകൾ കുറച്ചും കൂടി ഒന്ന് സജീവമാക്കണം. അപ്പൊ അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോ ഈ ഒരു പ്രസന്റേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് ഈ മാസം 1-ാം തീയതിയാണ്. ഈ 1-ാം തീയതി ഈ പലപ്പോഴും നമുക്ക് സംഭവിക്കാറുള്ളത്, നമ്മൾ ആദ്യ ദിവസങ്ങളിലൊക്കെ നന്നായിട്ട് ഉഴപ്പാറുണ്ട് അല്ലെ. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നമ്മളിങ്ങനെ പാട്ടും പാടിയൊക്കെ നടക്കും. എന്നിട്ട് പിന്നീട് മാസം പകുതിയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഒന്ന്
അല്ലെ ഒരു ഉത്സാഹം വരുന്നത് അപ്പോഴാണ് നമ്മൾ പലപ്പോഴും സീരിയസ് ആകാറുള്ളത്. അപ്പോഴും കുറെ സമയവും കുറെ ഓഫറൊക്കെ പോയിട്ടുണ്ടാവും അല്ലെ, കുറെ ഓഫറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ എത്ര എഫേർട്ട് എടുത്താലും മാസം അവസാനം ആകുമ്പോഴേക്കും ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന അച്ചീവ്മെന്റിലേക്ക് എത്താനായിട്ട് കഴിയാറില്ല. അപ്പൊ അതേസമയം തുടക്കത്തിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മളുടെ അച്ചീവ്മെന്റിലേക്ക് എത്താനായിട്ട് കഴിയും. അപ്പൊ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഈ മാസം നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്യുക. നമ്മൾ ഏത് പൊസിഷൻ എത്താനാണ് ആഗ്രഹിക്കുന്നത്, ഈ മാസത്തെ അച്ചീവ്മെന്റ് എന്താണ്, അതൊന്ന് നമ്മൾ ആദ്യം ഒന്ന് ഫിക്സ് ചെയ്യാം. കാരണം മനസ്സിൽ ആഗ്രഹിക്കാതെ ഒരു കാര്യവും നടക്കാറില്ല എന്നുള്ളതാണ് അല്ലെ. ഒന്നും തനിയെ നടക്കുന്നില്ല, ഒന്നും തനിയെ സംഭവിക്കുന്നില്ല, എല്ലാം പ്ലാനിങ്ങിലൂടെ മാത്രമാണ് നടക്കുന്നത്. അപ്പൊ പ്ലാനിങ് വളരെ അത്യാവശ്യം. അപ്പൊ ഇപ്പൊ ഈ പ്രോഗ്രാമിലായിരിക്കും ഇനിയും പലരൊക്കെ വരാനുണ്ട്. സ്ഥിരമായിട്ട് വരുന്ന പല ലീഡേഴ്സ് ഇപ്പൊ പ്രോഗ്രാമിലില്ല. അപ്പൊ അങ്ങനെയുള്ള ലീഡേഴ്സ് നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് മെസ്സേജ് ചെയ്തോ ഒന്ന് വിളിച്ചൊക്കെ അറിയിക്കുക. കാരണം നമുക്ക് 9 മണിക്ക് മുമ്പ് പ്രോഗ്രാം അവസാനിപ്പിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ആദ്യം നമ്മൾ ഈ മാസത്തെ നമ്മളുടെ പൊസിഷൻ എന്താണെന്നൊന്ന് നിശ്ചയിക്കുക. നേരത്തെ പറഞ്ഞ തനിയെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ ആദ്യം ഒന്ന് നിശ്ചയിക്കുക. ഇപ്പൊ ഞാൻ എക്സാമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഒരു കമ്പനിയുടെ ആദ്യത്തെ ഒരു അച്ചീവ്മെന്റ്, അത് മോദി കെയറിൽ ജോയിൻ ചെയ്യുന്ന ഏതൊരാളും ആദ്യമായിട്ട് അച്ചീവ് ചെയ്യാൻ കൊതിക്കുന്ന പൊസിഷൻ എന്താണ്? ആദ്യമായിട്ട് അച്ചീവ് ചെയ്യാൻ കൊതിക്കുന്ന പൊസിഷൻ എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള നമ്മളുടെ ലീഡർഷിപ്പിന് തുടക്കം പറയാമോ ആരെങ്കിലും? ഡയറക്ടർ. ഓക്കെ, താങ്ക് യു. ഈ ഗാലക്സി M17 ഈ 5G ഉള്ളത് നമ്മുടെ ജലജ മേഡം തന്നെയാണോ? ഗാലക്സി M17 ആണോ? പേര് കാണിക്കുന്നില്ല. അതൊക്കെ മാറ്റണം. ടെക്നോളജി അപ്ഡേറ്റ് വേറെ റൂസോ മേഡത്തിനൊക്കെ ഒന്ന് കണക്ട് ചെയ്താൽ മതി, അപ്പൊ അവർ പറഞ്ഞുതരും. ഓക്കെ, അപ്പോ ഗാലക്സി M17 അതേമാതിരി വേറെ ഓപ്പോ A3X ഉണ്ട്. ഇതൊക്കെ നമ്മൾ ജെയിംസ് ബോണ്ടിന്റെ നമ്പറൊക്കെയാണ്. അത് കേട്ടിട്ട് മനസ്സിലാണല്ല. അതൊക്കെ മാറ്റി ആണ്. ഓക്കെ, അതൊക്കെ ഒന്ന് പേരാക്കുക. ഓക്കെ, ബാക്കിയുള്ളവരുടെയൊക്കെ പേരുണ്ട്. അപ്പൊ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെല്ലാവരും ആദ്യമായിട്ട് അറഫ മാഡം ഫ്രം ആലപ്പുഴ, വെൽക്കം. അപ്പോ പ്ലീസ് സ്റ്റേ ഓൺ സൂം. ഓക്കെ, നമ്മുടെ റുസോ മാഡം, നമ്മുടെ അറഫ മാഡം വന്നിട്ടുണ്ട് ആലപ്പുഴയിൽ നിന്നാണ്. നിങ്ങളുടെയൊക്കെ ഓക്കെ ഓക്കെ താങ്ക് യു ഫോർ അറ്റൻഡിങ് സൂമിറ്റ്. അപ്പോ പറഞ്ഞു വന്നത്, നമ്മളെല്ലാവരും ആദ്യമായിട്ട് കൊതിക്കുന്ന ഒരു പൊസിഷനാണ് ഡയറക്ടർ ലെവൽ. കാരണം നമുക്കൊരു 5000 രൂപയുടെ അടുത്ത് വരുമാനം പ്രതിമാസം കിട്ടുന്നു. ആ ഡയറക്ടർ ലെവലിൽ നിന്നാണ് പിന്നീട് സീനിയർ ഡയറക്ടർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, പ്ലാറ്റിനം, അങ്ങനെ റെഡ് ഡയമണ്ട് അങ്ങനെ പോകുന്നത്. അപ്പൊ അതിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എത്ര PV ആണ് വരേണ്ടത്? എത്ര PV ആണ് വരേണ്ടത് ഒരു ഡയറക്ടർ ആകാനായിട്ട്? 1100 PV നമുക്കറിയാം. 1100 PV എന്ന് പറയുമ്പോൾ നമ്മൾ ബിസിനസ്സിലേക്ക്, അത് ബിസിനസ് ഓളിയത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇൻറ്റു 27 അല്ലെ, 27 വെച്ച് നമ്മൾ ഗുണിക്കുമ്പോൾ 29,700 എന്ന് പറയുന്ന ബിസിനസ് ഓളിയത്തിലേക്ക് അത് എത്തും അല്ലെ. 29,700 ബിസിനസ് ഓളിയം എന്ന് പറയുമ്പോൾ അത് രൂപയിലേക്ക് ആക്കാനായിട്ട് നമ്മൾ ഇന്ന് ഇൻറ്റു 2 അല്ലെ. അപ്പോൾ ഏതാണ്ട് ഒരു 60,000 രൂപയുടെ സെയിൽസ് നടക്കുമ്പോഴാണ് നമ്മളൊരു ഡയറക്ടർ ലെവലിൽ എത്തുന്നത്. അപ്പോൾ അതിൽ ആ ലീഡറായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ഒരു ആവറേജ് 5,000 റുപ്പീസിന്റെ അടുത്ത് വരുമാനവും, അതിനോടൊപ്പം കൂടെ വന്നിരിക്കുന്ന ആളുകൾക്ക് അവരവർ ചെയ്യുന്നതനുസരിച്ചുള്ള വരുമാനം, അവർ ചെയ്യുന്നതിന്റെ റീറ്റെയിൽ പ്രോഫിറ്റ്, റീപർച്ചേസ് പ്രോഗ്രാം, ലോയൽറ്റി, മറ്റെല്ലാ ബോണസുകളും കിട്ടും. അപ്പോ ഈ 60,000 രൂപയുടെ സെയിൽസ് ആണ് ഒരു മാസം നടക്കേണ്ടത്. ഒരു മാസം 60,000 എന്ന് പറയുമ്പോൾ ഒരു ദിവസം എത്ര രൂപയുടെ സെയിൽസ് ആ ടീമിൽ നടക്കേണ്ടി വരും? 60,000 രൂപയുടെ സെയിൽസ് ഒരു മാസം നടക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം എത്ര? 2,000. താങ്ക് യു രാജീവ് ജി. 2,000 രൂപയുടെ സെയിൽസ് നമ്മുടെ ഒറ്റയ്ക്ക് ചെയ്യേണ്ട, നമ്മൾ ടീമിൽ നടന്നാൽ മതി. നമുക്ക് എല്ലാവർക്കും അറിയാം, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മോദി കെയർ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ബിസിനസ് ആണ് അല്ലെ. കമ്പനി ഇനി നിരവധി രാജ്യങ്ങളിലേക്ക് പോകും. ഇന്ത്യയിൽ തന്നെ സാധാരണ ഒരു പെട്ടിക്കട പോലെ, ഒരു സാധാരണ സ്റ്റേഷനറി പോലെ ഒരു ഏരിയയിൽ ഒതുങ്ങിയല്ല നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കിട്ടിയ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ബിസിനസ് ചെയ്യുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഓൺലൈനായിട്ടും കൊറിയർ സൗകര്യങ്ങളായിട്ടും കമ്പനി നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. 2,000 രൂപയിൽ മേൽ വരുന്ന പർച്ചേസ് 1 രൂപ പോലും കൊറിയർ ചാർജ് ഇല്ലാതെ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അല്ലെ നമുക്ക് കമ്പനിയുടെ ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് എത്തിക്കാനുള്ള സൗകര്യമുണ്ട്. നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ ഫോണിൽ ഇന്ന് വിരൽത്തുമ്പോൾ ഓടിച്ചു കഴിഞ്ഞാൽ
നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും എത്തിക്കാം. 2000 രൂപയിൽ മേലെയുള്ള ബില്ലാണെങ്കിൽ കൊറിയർ ചാർജ് ഇല്ല, അല്ലെങ്കിൽ വെറും 77 റുപ്പീസ് നമ്മളുടെ പെട്രോൾ ക്യാഷ് എന്ന് വേണമെങ്കിൽ പറയാം, അതുപോലെ ആകുന്നില്ല. ഒരു യൂബർ വിളിക്കണമെങ്കിൽ പോലും അതിൽ കൂടുതൽ പണം വേണ്ടി വരും. അപ്പോ അത്രയ്ക്ക് വലിയൊരു ബിസിനസ്സാണ്, ഇന്റർനാഷണൽ റേഞ്ചിലുള്ള ബിസിനസ്സാണ്, ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ്. ഇവിടെ നേരത്തെ റൂസോ മേഡം പറഞ്ഞ പോലെ നമുക്ക് ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും എല്ലാം കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വലിയൊരു ബിസിനസ്സിന് വേണ്ടിയായിട്ട് ഒരു ദിവസം 2000 രൂപയുടെ സെയിൽസ് നടത്തുക എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, വലിയ എലിഫന്റ് മാറ്ററോ ഒന്നുമല്ല, ഒരു ആനക്കാരിയൊന്നുമല്ല, അല്ലേ? ശരിയല്ലേ? 2000 രൂപയുടെ ബിസിനസ്. സാധാരണ ഒരു ചെറിയ കപ്പലണ്ടി കച്ചവടം ചെയ്യുന്ന, ഒരു നിലക്കടല കച്ചവടം ചെയ്യുന്ന, സാധാരണ ഒരു തള്ളുവണ്ടിയിൽ കച്ചവടം ചെയ്യുന്ന ഒരാൾ പോലും അതിൽ കൂടുതൽ ബിസിനസ് ഒരു ദിവസം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എന്റെ ഒരു അനുമാനം. അയാൾ ഒറ്റക്കാണ് ചെയ്യുന്നത്, ശരിയാണോ? സാധാരണ ഒരു ഏറ്റവും ചെറിയ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അതാണ്, അല്ലേ? ആണോ? അതെ സാറേ. ഓക്കെ, അതെ, താങ്ക് യു. അപ്പൊ ഒറ്റയ്ക്ക് ചെയ്യുന്ന അദ്ദേഹം പോലും 2000 രൂപയിൽ മേലെ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് ഇന്റർനാഷണൽ, അദ്ദേഹത്തിന് എന്താണ് കിട്ടുന്നത്? അത് വിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ലാഭം മാത്രമാണ്, വേറൊരു ലാഭമില്ല, അല്ലെ? അദ്ദേഹത്തിന് മന്ത്ലി ബോണസോ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫോറിൻ ട്രിപ്പോ കാർ ഫണ്ടോ ഒന്നുമില്ല. എങ്കിൽ പോലും വളരെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് അദ്ദേഹത്തിന്റെ ജോലി ചെയ്യും, ആ ഒരു വരുമാനത്തിന് വേണ്ടി മാത്രം. പക്ഷെ ഇവിടെ അൺലിമിറ്റഡ് പൊട്ടൻഷ്യൽ ഉള്ള ഈ ബിസിനസ്സിന് വേണ്ടിയായിട്ട് നമുക്ക് റൂസമ്മ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് വായിക്കുക. എന്നിട്ട് വീട്ടില് സെൽഫ് ആഡ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീട്ടിലെ മക്കളോ കൊച്ചുമക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞ പേര് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. റൂസമ്മ മേഡം മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അങ്ങനെ ആ ചെറിയൊരു കച്ചവടക്കാരൻ പോലെ അത്തരം ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം മെമ്പേഴ്സ് ഉള്ളവരാണ്, അല്ലെ? നമുക്ക് എല്ലാവർക്കും ടീമേറ്റ്സ് ഉണ്ട്, നമുക്ക് ഡൗൺലൈൻസ് ഉണ്ട്. എല്ലാവരോടും ചേർന്ന് 2000 രൂപ ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം കൊണ്ട് 60,000 രൂപയുടെ ബിസിനസ് കൊണ്ടുവരാൻ പറ്റും. ഇത് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇതനുസരിച്ച് അതിന് മേലേക്കുള്ള ആളുകൾ, സീനിയർ ഡയറക്ടർ ആയാലും എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയാലും അല്ലെങ്കിൽ സീനിയർ എക്സിക്യൂട്ടീവ് ആയാലും, അവരെല്ലാം അതനുസരിച്ച് പ്ലാൻ ചെയ്യും. പ്ലാറ്റിന് വേണേൽ അതനുസരിച്ച് പ്ലാൻ ചെയ്യും. അങ്ങനെ നമ്മളെപ്പോഴും പറയാറുണ്ട്, ആനയെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം, അല്ലെ? ആനയെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. എന്ത് ചെയ്താല്? ആനയെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ആനയെ പീസ് ആക്കി മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെ, നമുക്ക് എത്ര വലിയ ആനയെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. അപ്പൊ എന്ന് പറയുന്നത് നമ്മൾ വലിയ ടാർഗറ്റുകളെ ചെറിയ ചെറിയ പീസാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇനി അഥവാ ഒരു ദിവസം ആ ബിസിനസ് നടന്നില്ല എങ്കിൽ അടുത്ത ദിവസം ആ ബിസിനസ് ചെയ്യുക. അങ്ങനെ ഇന്നിപ്പോ 1-ാം തീയതിയാണ്. ഇപ്പോഴേ തന്നെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മന്ത് എൻഡ് വളരെ നല്ല രീതിയിൽ ക്ലോസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇന്ന് 2000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഇന്ന് MLC പോയി വാങ്ങിച്ചു. ഞാൻ വൈഫ് ഉണ്ടായിരുന്നു, വൈഫിന്റെ പാർലറിലേക്കുള്ള 1-2 കോസ്മെറ്റിക്സും വാങ്ങിച്ചു. 2000 റുപ്പീസിന്റെ പർച്ചേസ് ചെയ്തു. എനിക്ക് ശ്ലോകയുടെ ഫേസ് വാഷാണ് സമ്മാനമായിട്ട് തന്നത്. ശ്ലോകയുടെ ഫേസ് വാഷ്, നീമാൻ റോസ്മേരി ക്രീം, പിന്നെ ഒരു ബോട്ടിൽ 3 2000-ന്റെ ഓപ്ഷൻ ഫ്രീ പ്രോഡക്റ്റ്. അത് നിന്നെ ഞാൻ വാങ്ങിച്ചു. അപ്പൊ ഞാൻ എന്താ ചെയ്തിട്ടുണ്ട്, ഞാനൊരു മാതൃകയായിട്ടുണ്ട്. അപ്പൊ നിങ്ങളും റോൾ മോഡൽ ആകാനായിട്ട് ശ്രമിക്കുക. തുടക്കം തന്നെ ബിസിനസ് ചെയ്യുക. ഇനി മേടിക്കുന്ന സാധനങ്ങൾ ഒരിക്കലും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാതെ അത് വേണ്ടപ്പെട്ട ആളുകൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഇപ്പോഴേ തന്നെ തുടങ്ങുക. അപ്പൊ ഇതാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. കഴിഞ്ഞ മാസം ചെയ്ത പോലെയൊക്കെ തന്നെയാണ് ഈ മാസം ചെയ്തതെങ്കിൽ ഈ മാസത്തെ റിസൾട്ടും കഴിഞ്ഞ മാസം പോലെയൊക്കെ തന്നെയായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരെ ഏറ്റെടുത്ത് ചെയ്യും, അല്ലെങ്കിൽ മറ്റുള്ളവര് ഇനിഷ്യേറ്റീവ് എടുക്കുമെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. കാരണം നമ്മൾ ഓരോരുത്തരുടെയും ടീമിന്റെ സീനിയർ എന്താ പറയുക, CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? നമ്മൾ ഓരോരുത്തരുടെ ടീമിൽ. ഇപ്പൊ ഇവിടെ പല ടീമിലുള്ള ആളുകളുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പ്രോഗ്രാമിലായിരിക്കും നമ്മൾ ഓരോരുത്തരാരാണ് ഈ പ്രോഗ്രാമിലുള്ള നമ്മളെ കമ്പനിയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസേഴ്സ് ആണ്, CEOമാരാണ്. ഈ പ്രോഗ്രാമിൽ ഇപ്പൊ ഏതാണ്ട് 21 പേരുണ്ട്. ശരിയാണോ? അല്ലെ? ശരിയാണ്. അപ്പോ നമ്മളുടെ ടീമിന്റെ നേതാവ്, ലീഡർ നമ്മൾ ഓരോരുത്തരുണ്ട്. അപ്പോ ഒരു കാട്ടിലെ അനക്കം, എവിടെ അനക്കമുണ്ടോ അത് പുലി അത് എപ്പോഴും ശ്രദ്ധയോടെ ഇരിക്കുമെന്ന് പറയുന്നത്. കാടിൽ എവിടെ അനക്കം ഉണ്ടെങ്കിലും പുലി ശ്രദ്ധയോടെ ഇരിക്കുന്ന പറയുന്ന പോലെ നമ്മുടെ ടീമിന്റെ ഉത്തരവാദിത്തം മുഴുവൻ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്ത് നമ്മുടെ ടീംമേറ്റ്സോ ഡൗൺലൈൻസോ കാര്യങ്ങൾ ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കാതെ നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഇനിഷ്യേറ്റീവ് എടുക്കുക. എന്നെല്ലാം 1-to-1 ചെയ്യുന്നതിന്, നമ്മൾ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നതിന്, സൂം മീറ്റിങ്ങിലേക്ക് നമ്മൾ പുതിയ ആൾക്കാരെ ക്ഷണിക്കുന്നത്,
ഹോം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്, MLC നടക്കുന്ന പ്രോഗ്രാം ബിൽഡപ്പ് ചെയ്യുന്നത്, ഷോക്കേസിൽ ബിൽഡപ്പ് ചെയ്യുന്നത്, ഇതെല്ലാം മറ്റുള്ളവർ ചെയ്യും എന്ന് നോക്കി നിൽക്കാതെ നമ്മൾ ചെയ്യാം. അഥവാ നമ്മൾ കൊണ്ടുവന്ന ആളുകൾ അതിനെ ആപ്റ്റല്ല എങ്കിൽ എന്ത് ചെയ്യണം? പുതിയ ആളുകളെ കണ്ടെത്തി അവരെ പ്രാപ്തരാക്കി ആ എനർജിയെ എന്താക്കി മാറ്റണം? ഒരു സിനർജി ആക്കി മാറ്റണം. വൺ മാൻ ഷോയിൽ നിന്ന് ടീം വർക്കിലേക്ക് മാറണം. മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നതിന് പകരം സ്വന്തം സ്വപ്നത്തിന് വേണ്ടി പണിയെടുക്കണം. പണിയെടുക്കുന്നതിന് പകരം പണിയെടുപ്പിക്കാനായിട്ട് നമുക്ക് കഴിയണം, അല്ലെ? പണത്തിന് വേണ്ടി പണി എടുക്കുന്നതിന് പകരം പണം നമുക്ക് വേണ്ടി എങ്ങനെ പണിയെടുക്കും എന്ന് പഠിക്കണം. ഇതെല്ലാം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലുണ്ട്. അപ്പൊ ഇതെല്ലാം ചെയ്തുകൊണ്ട് എല്ലാവരും ഈ മാസം ഒരു ലെവലെങ്കിലും ഒരു പടിയെങ്കിലും ചവിട്ടി കയറും എന്ന് ഞാൻ വിശ്വസിച്ചോടെ നമുക്ക് അടുത്ത സെഷനിലേക്ക് പോവാം. പ്രധാനപ്പെട്ട സെഷനിലേക്ക് പോവാം. ക്യാൻ ഐ ബിലീവ് യു? വിശ്വസിച്ചോ? അപ്പൊ എല്ലാവരുടെയും അച്ചീവ്മെന്റ് ഈ മാസം ഒരു ലെവലെങ്കിലും അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാനപ്പോ ഒരു ഫയൽ ഷെയർ ചെയ്യാം. നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോ ജയബാബു ആരുടെ റൂസ മാഡം അദ്ദേഹത്തിന്റെ പേര് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ജയബാബു. പിന്നെ നമ്മളെ ജലജ മാഡത്തിന്റെ കാണുന്നില്ല, ആള് റേഞ്ച് ഔട്ടായ. അതാണ് സാറേ എന്റെ ജയബാബു. ജയബാബു. ഓക്കെ. അപ്പൊ ജയബാബു. ഓക്കെ. അപ്പൊ ഞാൻ കരുതി നമ്മുടെ വത്സബാബു ആണെന്ന്. അപ്പോ കൺഗ്രാജുലേഷൻ. അപ്പോ റൂസബാഡ പറഞ്ഞപ്പോ തന്നെ അതിനുവേണ്ടി പരിശ്രമിച്ചു, സക്സസ്ഫുൾ ആയി. കൺഗ്രാജുലേഷൻ. ഓക്കെ. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ ഫയലൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കട്ടെ. ഒരു മിനിറ്റ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ പ്രോഗ്രാമുകളൊക്കെ ഒന്നും കൂടി ഒന്ന് ഉഷാറാക്കാനും നിലവാരമുള്ളതാക്കാൻ വേണ്ടിയുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഇതില് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് ഞാനൊന്ന് നോക്കട്ടെ ആദ്യം മുതൽ. ഓക്കെ. ഇത് നമ്മളെ ഇത് കാണുന്നുണ്ടോ? PDF ഫയൽ കാണുന്നുണ്ടോ? പ്രസന്റേഷൻ കാണുന്നുണ്ടോ? എന്താണ്? അത് ഹെഡിങ് ആണ്. ഹൗ ടു ഇംപ്രൂവ് അവർ സൂം മീറ്റിംഗ്സ്. ഓക്കെ. ഇനിയിപ്പോ കുറെ അധികം പോയിന്റ്സ് ഉണ്ട്. ഇത് ഞാനിത് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മളുടെ മീറ്റിങ്ങുകളിൽ അവതരിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. അപ്പൊ ഈ പോയിന്റ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമുക്ക് ഇനി സംസാരിക്കേണ്ടത്. അപ്പൊ ഓരോ ആഴ്ചയും ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് നമ്മൾ എടുക്കുമ്പോൾ, നമ്മൾ പഠിപ്പിക്കുമ്പോൾ അത് നമുക്കും നമ്മുടെ ടീമിനും ഉപകാരപ്പെടും. അപ്പൊ നമുക്കും നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഓരോ ആളുകളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും അവരുടെ ഹെൽത്തിലും വെൽത്തിലും എല്ലാം ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കി അവരെ വെൽത്തി ഹാപ്പി ആക്കാൻ സഹായിക്കുന്ന ഒരു വലിയ വ്യവസായത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചതിലും പ്രവർത്തിക്കാൻ കഴിയുന്നതിലും. നിങ്ങളെപ്പോലെയുള്ള നല്ല ഒരു ടീമിനോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയുന്നതിലൊക്കെ എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനവും ചാരിതാർത്ഥ്യവും ഉണ്ട്. നിങ്ങൾക്കതുണ്ടോ? ഹലോ, ഉണ്ടോ ഓരോരുത്തർക്കും? ഓക്കെ, താങ്ക് യു. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം. കാരണം 95% ആളുകളും ഓർഡിനറി ആയിട്ട് ഇവിടെ ജീവിച്ച് ഇവിടുന്ന് പിൻവാങ്ങുമ്പോൾ 5% ആൾക്കാരാണ് ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കി അത് ഏറ്റവും മനോഹരമായ ഒരു ലൈഫാക്കി മാറ്റാനായിട്ട് പരിശ്രമിക്കുന്നവര് വെറും 5% ആൾക്കാരാണ്. അവർക്ക് കിട്ടിയിട്ടുള്ള അതേ അവസരം തന്നെയാണ് ഇവിടെ നമ്മൾ ആയിരിക്കുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, മോദി കെയർ. അപ്പോൾ അതില് 95% ആൾക്കാരും ചെയ്യാത്ത കാര്യങ്ങൾ ഈ 5% ആൾക്കാർ ചെയ്യുന്നു. അതുകൊണ്ട് ആ 95% സമ്പത്തും 5%ലേക്ക് എത്തുന്നു. 95% ഹാപ്പിനെസ്സും ഈ പറയുന്ന എല്ലാം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാം 5%ലേക്ക് എത്തുന്നു. ആ 5%ലുള്ള ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. അതെപ്പോഴും കുറവായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷെ അവിടെയാണ് നേരത്തെ പറഞ്ഞ ഹെൽത്തും വെൽത്ത് ഹാപ്പിനെസ്സും ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആദ്യത്തെ പോയിന്റ് എന്താണ്? പ്രസന്റ് ദ മോദി കെയർ ബിസിനസ് വിതിൻ 5 minutes. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് എങ്ങനെ ഒരാളോട് പറഞ്ഞ് മുഴുവൻ ബിസിനസ്സും പറഞ്ഞ് അയാളെ ബോറടിപ്പിക്കാനല്ല, അയാൾക്ക് ഈ ബിസിനസിനെ കുറിച്ച് താല്പര്യം വരുന്ന രീതിയിൽ നമുക്കൊരു 5 മിനിറ്റിനുള്ളിൽ എന്തെല്ലാം പോയിന്റ്സ് സംസാരിക്കാം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പോയിന്റ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. അതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വീട്ടിലേക്കുള്ള പ്രോഡക്ട്സ് നമ്മൾ വാങ്ങിക്കുന്നു, അത് ഇതിലേക്ക് മാറ്റുന്ന വഴിയായിട്ട് നമുക്ക് നിലവാരമുള്ള പ്രോഡക്ട്സ് ഉപയോഗിക്കാം. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പർച്ചേസ് വഴി അത്
പകുതി ആക്കി മാറ്റാം. പിന്നെന്താണ്, നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള മനുഷ്യനും പ്രകൃതിക്കും സൈഡ് എഫക്ട്സ് ഇല്ലാത്ത, മായമില്ലാത്ത, കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം. അത് ഷെയർ ചെയ്യുന്ന വഴിയായിട്ട് നമുക്ക് കുറച്ച് ആൾക്കാരോട് ഇത് ഷെയർ ചെയ്യുന്ന വഴിയായിട്ട് നമുക്കൊരു ടീം ആക്കാം. അതിലൂടെ നമുക്ക് ട്രിപ്പും കാര്യങ്ങളെല്ലാം കിട്ടുന്നുള്ള രീതിയിൽ ഒരു 5 മിനിറ്റിനുള്ളിൽ ഒരു ചെറിയൊരു ബ്രീഫായിട്ടുള്ള ഒരു മെസ്സേജ് കൊടുത്ത് അവരെ പിന്നീട് 1-to-1 ഹോം മീറ്റിലേക്കോ MLC പ്രോഗ്രാമിലേക്കോ ഒക്കെ നമുക്ക് ക്ഷണിക്കാം. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് നമുക്ക് പറയാനായിട്ട് കഴിയണം. നമ്മൾ നേരത്തെയുള്ള പല പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്, അത് വിശദമായിട്ട് പിന്നീട് പറഞ്ഞുതരാം. ഇതിപ്പോ ഫസ്റ്റ് പോയിന്റ് മനസ്സിലായില്ലേ? ഒരു 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ മോദിക്കാർ അവസരം പറയാം എന്നുള്ളത് നമുക്ക് പഠിപ്പിക്കാം. അത് ഇനി പറയാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണ്ടി നമുക്കൊരു സെഷൻ വേറെ സൂമിലെടുക്കാം, ഓൺലി ഫോർ ലീഡേഴ്സ്. രണ്ടാമത് എന്താണ്, ദ ഫ്യൂച്ചർ ഓഫ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഫ്യൂച്ചർ എന്താണ് ഇതിന്റെ ഭാവി, ഇതിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് 20-30 വർഷം കമ്പനി പൂർത്തിയാക്കി. ഇനി വരാൻ പോകുന്നത് എന്താണ്, ധാരാളം പുതിയ ഉൽപ്പന്നങ്ങൾ വരാൻ പോകുന്നു അല്ലെ. ആസാദി റേഞ്ചിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ വരാൻ പോകുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. ബിസ്ക്കറ്റ്സും അതേമാതിരി തന്നെ നമ്മളെ പരിപ്പ് പയർവർഗ്ഗങ്ങളും പൊടി ഐറ്റംസ് അങ്ങനെ എല്ലാം വരാൻ പോകുന്നുണ്ട്. അപ്പോ ധാരാളം കമ്പനികളുമായിട്ട് ടൈഅപ്സ് വരും. വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇപ്പോഴും ഇത് മനസ്സിലാക്കി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറിയാത്ത ആൾക്കാർ ലക്ഷക്കണക്കിന് പുറത്തുണ്ട്. അവരെല്ലാവരും ഇത് അറിഞ്ഞ് വരുമ്പോൾ, ഇതെല്ലാം അറിഞ്ഞു വരുമ്പോൾ ഇവർ ആരുടെ കൂടെ ആയിരിക്കും പ്രവർത്തിക്കാൻ പോകുന്നത്? ഇതിനെപ്പറ്റി ശരിയായ രീതിയിൽ മനസ്സിലാക്കി വരാൻ പോകുന്ന ആൾക്കാർ ആരുടെ കൂടെ ആയിരിക്കും പ്രവർത്തിക്കാൻ പോകുന്നത്? നമ്മളുടെ കൂടെ. ബിസിനസിനെ സീരിയസ് ആയി മനസ്സിലാക്കി കാര്യങ്ങൾ പഠിച്ച് അല്ലെ, എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല, നമ്മൾ മനസ്സിലാക്കി. അപ്പോ ഫ്യൂച്ചർ നമുക്കുള്ളതാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, കുറെ ആളുകളെല്ലാം ഇതിൽ നിന്ന് കൊഴിഞ്ഞു പോകും. സിസ്റ്റം മനസ്സിലാക്കാതെ, പഠിക്കാൻ തയ്യാറാകാതെ, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ തയ്യാറാകാതെ, തിരക്ക് കൊണ്ട് പെട്ടെന്ന് പണം ഉണ്ടാക്കാം എന്നുള്ള മൈൻഡ്, അങ്ങനെയുള്ള ചിന്തകളോടുകൂടി ക്ഷമയില്ലാത്ത ആളുകള്, പോസിറ്റീവ് മൈൻഡ് ഇല്ലാത്ത ആളുകള്, സ്വപ്നങ്ങളില്ലാത്ത ആൾക്കാരൊക്കെ ഇതിന്ന് പിന്തിരിഞ്ഞു പോകും. അതെല്ലാം ഈ ബിസിനസിന്റെ ഒരു ക്യാരക്ടറാണ്. അതിൽ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അതേസമയം നല്ല ക്ഷമയുള്ള അല്ലെ, ഒരു ദീർഘവീക്ഷണം ഉള്ള, അതേപോലെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന, പ്ലാനിങ് ഉള്ള, ജീവിതത്തെ ഒന്ന് കളർഫുൾ ആണെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇതിലുണ്ടാവും. അവരാണ് ഇപ്പൊ ഈ പ്രോഗ്രാമിലായിരിക്കുന്നത്. ഇവരുടെ കൂടെ ആയിരിക്കും ഇനിയുള്ള ആൾക്കാർ വരാൻ പോകുന്നത്. ഇതെല്ലാം ഈ ഫ്യൂച്ചർ ഓഫ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ്. ശരിയാണോ ഞാൻ പറയുന്നത്? ക്ലിയർ ആണോ? അടുത്തത് ഇന്ത്യ ഈസ് എ സ്ലീപ്പിംഗ് ജയന്റ് എന്നാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഉറങ്ങിക്കിടക്കുന്ന ഒരു ഭീമനാണ്. എന്താ കാരണം? നെറ്റ്വർക്ക് മാർക്കറ്റ് ഇൻഡസ്ട്രി മറ്റു രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പോൾ USA, ചൈന, മറ്റു പല രാജ്യങ്ങളുമായിട്ട്, മലേഷ്യ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ വളരെ ചെറിയൊരു ബിസിനസ് മാത്രമേ നടക്കുന്നുള്ളൂ. അൺലിമിറ്റഡ് പൊട്ടൻഷ്യൽ നമുക്കുണ്ട്. ധാരാളം ആൾക്കാർ വരാൻ പോകുന്നുണ്ട്. അതൊക്കെ ഈ സ്ലീപ്പിംഗ് ജയന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി വാട്ട് ഈസ് WFDS? ആർക്കും അറിയാം ഈ WFDS ഫുൾ ഫോം? ഇതൊക്കെ നമുക്ക് പിന്നീട് പഠിപ്പിക്കാം. എന്താണ് WFDS ഫുൾ ഫോം പറയാമോ ആർക്കെങ്കിലും? ഒരാൾക്ക് പറയാമോ? അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇതില്? ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ ആണ് അവസാനത്തെ 3 ഓക്കെ. ആദ്യത്തെ വേൾഡ് ഫേമസ് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ. അതായത് ലോകത്ത് ഡയറക്ട് സെല്ലിങ്ങിനെ നിയന്ത്രിക്കുന്ന ഒരു വലിയൊരു സംഘടനയാണ് വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ. അതിന്റെ ഇന്ത്യൻ പാർട്ടാണ് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ അഥവാ IDSA അല്ലെ. അതിപ്പോ നമുക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ടെലിഫോൺ റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെ, ഇന്ത്യൻ ആദ്യം അത് ബാങ്കിന്റെ ആണ്, മറ്റത് നമ്മളുടെ ടെലിഫോണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അടുത്തത് ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ് റെഗുലേറ്ററി ഡയറക്ടർ ഓഫ് ഇന്ത്യ എന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇൻഷുറൻസ് കമ്പനികളൊക്കെ നിയന്ത്രിക്കുന്ന IRDA അല്ലെ. ഈ IRDAയുടെ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടല്ലേ പല ആൾക്കാരും ഇൻഷുറൻസ് ഏജന്റായിട്ട് മാറുന്നത്. ശരിയാണോ? ഹലോ, ശരിയാണ് സാർ, ഞാനൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ അതേമാതിരി തന്നെ ജെന്യുവൻ ആയിട്ടുള്ള, ലീഗൽ ആയിട്ടുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങളെ നിയന്ത്രിക്കുന്ന, അതിൽ പ്രവർത്തിക്കുന്നവർക്കും കസ്റ്റമേഴ്സിനും നല്ല പ്രൊട്ടക്ഷനും
ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു സംഘടനയാണ് ഈ പറയുന്ന IDSA. അതിന്റെ ഫൗണ്ടർ മെമ്പറാണ് മോദി കെയർ. പിന്നെ അടുത്ത പോയിന്റ് എന്താണ്, സ്പീഡിൽ പോവാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മോദി കെയർ ആൻഡ് അതർ ഡയറക്ട് സെല്ലിംഗ് കമ്പനീസ്? ഇതൊക്കെ ഓരോ പോയിന്റ് ആണ് കേട്ടോ. എന്താണ് മോദി കെയറും മറ്റ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളുമായിട്ടുള്ള വ്യത്യാസം? അതിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, 100% ഇന്ത്യൻ കമ്പനിയാണ്, ഗ്ലോബൽ പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്. മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് വരുമാനം ഇതിൽ പ്രവർത്തിക്കുന്ന നമുക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെന്താണ്, നമുക്ക് റീസണബിൾ പ്രൈസിങ് ആണ്, അല്ലെ? മറ്റു പല കമ്പനികൾ അനാവശ്യമായ വില കൂട്ടിയിട്ട് വിൽക്കുമ്പോൾ മാക്സിമം തരാവുന്ന വിലയിലാണ് കമ്പനി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. കമ്പനിക്ക് നിലനിൽക്കണം. ഇൻഗ്രീഡിയൻസിനൊക്കെ വില കൂടുന്നതനുസരിച്ചുള്ള ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം, പക്ഷെ മാക്സിമം റീസണബിൾ പ്രൈസിങ്ങിലാണ് നമുക്ക് തരുന്നത്. പിന്നെന്താണ്, ഏറ്റവും നല്ല ഒരു മാർക്കറ്റിംഗ് പ്ലാനാണ്. കാലാകാലങ്ങളിൽ അതിന് വേണ്ട മാറ്റങ്ങളൊക്കെ സമീർജി വരുന്നുണ്ട്. അതിന്റെ ധൈര്യം കാണിക്കാനുള്ള ചങ്കുറ്റവും സമീർ മോദിക്കുള്ളത്. നമ്മൾ മോദി ഗ്രൂപ്പിന് ശക്തമായ ഒരു പിന്തുണയാണ്. മറ്റു പല കമ്പനികളും അത് ചെയ്യാത്ത അവർക്ക് പേടിയായിട്ടാണ്. എന്തെല്ലാം കാരണം വെച്ചാൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരുടെ കമ്പനി ക്ലോസ് ആവും. പക്ഷെ മോദിക്കാരനതല്ല, മോദി ഗ്രൂപ്പിന്റെ വലിയൊരു സപ്പോർട്ട് നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് വരുന്നത്. നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാനും നമ്മുടെ ടീമിലേക്ക് വരുന്ന പുതിയ കസ്റ്റമേഴ്സിന് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന്. അതിനാണ് ഇപ്പോൾ നമ്മൾ പുതിയ ആക്ടിവേഷൻ ബോണസ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. എന്താണ് ആക്ടിവേഷൻ ബോണസിന്റെ പ്രത്യേകത? വെറും 20 PV ചെയ്താൽ പോലും, അല്ലെ, വീട്ടിലേക്കുള്ള പ്രോഡക്ട്സ് മേടിച്ചാൽ പോലും അവർക്ക് ചെറിയൊരു ഷെയർ അനുഭവിക്കാൻ കഴിയും. ഓക്കെ, അടുത്തത് എന്താണ് മോദി കെയർ MSCകൾ, എന്താണ് DPs? അതായത് ഏറ്റവും കൂടുതൽ ഇതെല്ലാം ഇന്ത്യയിലുള്ളത് നമ്മുടെ മോദി കെയറിനാണ്. പിന്നെ നമുക്ക് ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ആമസോൺ പോലെയുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിന്റെ പേരാണ് മൈ മോദി കെയർ ഷോപ്പ്. അതേ കൂടാതെ നമുക്ക് ബെസ്റ്റ് വിഷൻ ഉണ്ട്, ഒരു മിഷൻ ഉണ്ട് നമ്മളെ കമ്പനിക്ക്. എന്താണ് ബെസ്റ്റ് മിഷൻ എന്ന് പറയാൻ? ഒന്ന്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകണം എന്നുള്ള വലിയൊരു വിഷൻ കമ്പനിക്ക് ഉണ്ട്. അതിനോടൊപ്പം ഇന്ത്യയിൽ ആരോഗ്യമുള്ള ജനങ്ങൾ സൃഷ്ടിക്കണം എന്നുള്ള ഒരു വലിയ മിഷനും ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സപ്ലിമെന്റ്സ് എല്ലാം മറ്റ് കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും റീസണബിൾ പ്രൈസിംഗിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? പിന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് പൈസ കിട്ടുന്നു, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കിട്ടുന്നു, മറ്റുള്ളവർ സഹായിക്കാൻ കഴിയുന്നു, പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് നമുക്ക് പഠിക്കാൻ കഴിയുന്നു, ഹെൽത്ത് ഉണ്ടാവുന്നു, വെൽത്ത് ഉണ്ടാവുന്നു, ഹാപ്പിനെസ് ഉണ്ടാവുന്നു, ഒരുപാട് സൗഹൃദ ബന്ധങ്ങൾ നമുക്ക് കിട്ടുന്നു. അങ്ങനെ ഇതെല്ലാം, അല്ലെ? പിന്നെ നമുക്ക് വേണമെങ്കിൽ നേരത്തെ റിട്ടയർ ചെയ്യാം, മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും. ഒരുപാട് നേട്ടങ്ങളുണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ, മറ്റു ബിസിനസ്സിലില്ലാത്ത. പിന്നെ കമ്പനിയുടെ ഹിസ്റ്ററി, എന്താണ് കമ്പനിയുടെ ഹിസ്റ്ററി എന്ന് ആരംഭിച്ചു, മറ്റു കാര്യങ്ങൾ. പിന്നെ ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകതകൾ, അതിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങൾ. പിന്നെ എങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയായിട്ട് നമുക്ക് മാറാം, അല്ല, ഏതൊരു പ്രതിസന്ധിയെയും വളരെ പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യാൻ നമുക്ക് പഠിക്കാം. ഇതെല്ലാം നമുക്ക് ട്രെയിനിങ്ങുകളിലൂടെ, നമ്മുടെ ഹാപ്പിനെസ് വർക്ക്ഷോപ്പിലൂടെ, അതിൽ കിട്ടുന്ന വീഡിയോകളിലൂടെ എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്കൊക്കെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ശരിയാണോ? ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ ഏതാണ്ട് ഒരാഴ്ചയിൽ പറയാവുന്ന ഡിഫറെന്റ് പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഇത് എഴുതിയെടുക്കുന്ന ആൾക്കാർക്ക് എഴുതിയെടുക്കുക, അല്ലാത്ത ആളുകൾക്ക് ഈ പ്രസന്റേഷൻ അയച്ചു തരുന്നതാണ്. അടുത്ത വീക്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മളെ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത, അല്ലെ? നമ്മൾ സാധാരണ ഷോർട്ട് ഫോമിൽ പറയാറുള്ളതാണ്. എന്താണ് CBSE? എന്താണ് C എന്ന് പറയുന്നത്? കോൺസെൻട്രേറ്റഡ്, B എന്ന് പറയുന്നത് ബയോസേഫ്, S എന്നാണ് സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി, മറ്റേത് എക്കോ ഫ്രണ്ട്ലി. CBSE നമ്മൾ പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് പ്രോഡക്ട്സിന്റെ പ്രത്യേകത. പിന്നെ എത്ര കാറ്റഗറി പ്രോഡക്ട്സ് ഉണ്ട് നമുക്ക്? ട്രഡീഷണൽ ബിസിനസ്സും ഡയറക്ട് സെല്ലിങ്ങുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ട്രഡീഷണൽ ബിസിനസ്സിൽ ഇടനിലക്കാരുടെ ചൂഷണമുണ്ട്, ഡയറക്ട് സെല്ലിങ്ങിൽ ഉൽപ്പന്നങ്ങൾ നേരിട്ട് ലഭിക്കുന്നു. ട്രഡീഷണൽ ബിസിനസ്സിൽ കസ്റ്റമർ ആരാണ്? ട്രഡീഷണൽ ബിസിനസ്സിൽ കസ്റ്റമർ ആരാണ്? ട്രഡീഷണൽ ബിസിനസ് കസ്റ്റമർ മാത്രം, അല്ലെ? ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ കസ്റ്റമർ ആരായിട്ട് മാറുന്നു? കസ്റ്റമർ കസ്റ്റമർ പാർട്ട്ണർ ആവുന്നു, ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറുന്നു, അല്ലെ? ഉപഭോക്താവിന് ബിസിനസ് ഓണറായിട്ട് മാറാം, ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറാം. അതാണ് സാധാരണ ട്രഡീഷണൽ ബിസിനസ്സും ഡയറക്ട് സെല്ലിംഗ് ആയിട്ടുള്ള വ്യത്യാസം. പിന്നെ സാധാരണ ഷോപ്പിൽ നിന്നും മോദി കെയർ ഷോപ്പിലേക്ക് മാറുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ്, ഷോപ്പ് ചേഞ്ചിങ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? നമ്മൾ ഇന്നലെ MNCയിൽ വന്ന ആൾക്കാർക്ക് അറിയാം, അല്ലാതെ നമുക്കറിയാം. എന്തൊക്കെയാണ്? നമുക്ക് ലോയൽറ്റി കിട്ടുന്നു, റീപർച്ചേസ് പ്രോഗ്രാം കിട്ടുന്നു, അല്ലെ? സബ്സിഡി കിട്ടുന്നു, റീറ്റെയിൽ ബെനിഫിറ്റ് കിട്ടുന്നു. പിന്നെ അടുത്തത് എന്താണ് ഹോം ഷോപ്പി, എന്താണ് ഫാസ്റ്റ് സ്റ്റാർട്ട് പ്രോഗ്രാം, 100 PV ക്ലബ് എന്താണ്, ലോയൽറ്റി പ്രോഗ്രാം എന്താണ്? ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ ഇതൊന്നും അറിയില്ലാത്ത ലക്ഷക്കണക്കിന് ആൾക്കാർ
പുറത്തുണ്ടല്ലേ. അപ്പൊ അവരെ അതെ. ഓൺലൈനിലേക്കോ ഓഫ്ലൈൻ പ്രോഗ്രാമിലേക്കോ വിളിച്ചിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. ഹോം ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വീട്ടിലേക്ക് 2 പേസ്റ്റ് മതിയെങ്കിൽ നമ്മൾ 10 പേസ്റ്റ് വാങ്ങിക്കുന്നു. നമ്മൾ വീട്ടിലേക്ക് 2 വാഷിംഗ് പൗഡർ മതിയെങ്കിൽ നമ്മൾ 10 വാഷിംഗ് പൗഡർ മേടിക്കുന്നു. ഒരു 10 തേയില വാങ്ങിക്കുന്നു, 10 ബിയോണ്ട് ബ്ലോ വാങ്ങിക്കുന്നു, 10 ഡെസോളോ വാങ്ങിക്കുന്നു. അങ്ങനെ ഫാസ്റ്റ് മൂവിങ് ഐറ്റംസ് എല്ലാം നമ്മൾ വീട്ടിൽ സ്റ്റോർ ചെയ്തിട്ട് എന്റെ വീട് എന്റെ കട. ഓക്കെ, എന്റെ വീട് എന്റെ കട. അങ്ങനെ നമുക്ക് പ്രൊഡക്റ്റുകൾ മേടിച്ചു വെച്ചാലുള്ള ഗുണം ഉടനെ നമ്മൾ ഓടി MLC-യിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട് തന്നെ ഒരു ഷോപ്പായിട്ട് മാറ്റാം. ഹോം ഷോപ്പിംഗ് ഞാൻ മോദി കെയർ ബിസിനസ് തുടങ്ങിയ കാലം മുതൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു 40,000-30,000 പ്രോഡക്ട്സ് മോദി കെയർ സ്റ്റാർട്ട് ചെയ്ത ഒന്നുമില്ലായ്മയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത കാലം മുതൽ ഇപ്പോഴും ഞാനത് കീപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു പെട്ടിക്കട ഇടണമെങ്കിൽ പോലും 2-3 ലക്ഷം രൂപ വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 10-30,000 പ്രോഡക്ട്സ് മേടിച്ച് വെക്കുക എന്നുള്ളത് ഞാൻ എന്റെ ശീലമാക്കിയിരുന്നു അന്നും ഇന്നും. ഈ ആശയത്തെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? യോജിക്കുന്നു സാറേ. ഓക്കെ, താങ്ക് യു. വളരെ നല്ല. കാശില്ലാത്ത കുറ്റോള്. ഓക്കെ, കുഴപ്പമില്ല, അതൊക്കെ ശരിയായിക്കോളും. പിന്നെ ഫാസ്റ്റ് സ്റ്റാർട്ട് പ്രോഗ്രാം ഹോം ഷോപ്പിംഗ് ചെയ്യുന്നു സാറേ. കൺഗ്രാജുലേഷൻ ട്രിക്സ് മാഡം. പിന്നെ ഫാസ്റ്റ് സ്റ്റാർട്ട് പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ജോയിൻ ചെയ്ത ആ ആൾക്ക് ഒരു മാസം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 300 PV ഒറ്റയ്ക്ക് ഹോം ഷോപ്പിംഗ് ചെയ്തോ ടീമായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എക്സ്ട്രാ പ്രോഡക്ട്സ് കിട്ടുന്നതാണ് ഫാസ്റ്റ് സ്റ്റാർട്ട് പ്രോഗ്രാം. അത് അടുത്ത ദിവസങ്ങളിൽ പറയാം. നമുക്ക് ഇടയ്ക്ക് നമ്മൾ പറയാറുണ്ട്. പിന്നെ 100 PV ക്ലബ്ബ് നമുക്കറിയാം. 100 PV ക്ലബിന്റെ ഇപ്പോഴത്തെ പേര് ഗോൾഡ് അഡ്വൈസർ ആണ് അല്ലെ. അവരുടെ ഫോട്ടോ എല്ലാം നമ്മൾ ഗ്രൂപ്പിൽ ഇടാറുണ്ട്. അവർക്ക് റെക്കഗ്നേഷൻ കൊടുക്കാറുണ്ട്. ലോയൽറ്റി പ്രോഗ്രാം നമുക്കറിയാം. പിന്നെ നേരത്തെ പറഞ്ഞ പോയിന്റ് ഇതിന് ഒന്നുകൂടെ വന്നിട്ടുണ്ട്. ബെനിഫിറ്റ്സ് ഓഫ് ചേഞ്ചിങ് ഫ്രം നോർമൽ ഷോപ്സ് ടു മോദി കെയർ ഷോപ്പിലേക്ക് മാറുമ്പോഴുള്ള ബെനിഫിറ്റ്. ഇത് ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സിലും പറയാവുന്നതാണ്. പിന്നെ നമ്മളുടെ സപ്ലിമെന്റ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കുകയും പ്രൂസ മാഡത്തിനെ പോലെയുള്ള പല ലീഡേഴ്സിന്റെയും റിനി മാഡം അവരിൽ നിന്ന് കിട്ടുന്ന ടിപ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സപ്ലിമെന്റ്സും നല്ല ജീവിത രീതികളൊക്കെ ഫോളോ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്മുടെ ആരോഗ്യം, നമ്മൾ ചുറിയുറുക്ക് അല്ലെങ്കിൽ നമ്മുടെ നവയൗവനം പുറകിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നു, പഴയ ആരോഗ്യത്തിൽ തിരിച്ചു പോകാൻ സാധിക്കുന്നു അല്ലെ. ഇതെല്ലാം ഇതിന്റെ ബെനിഫിറ്റ് ആണ്. പിന്നെ ഞാൻ ഇവിടെ താഴെ പറയുന്നുണ്ട് മേക്സ് യു യങ്ങർ. ചെറുപ്പമാക്കാൻ കഴിയുന്നു. നമ്മളെ അല്ലെ ബൂസ്റ്റ് യുവർ ഇമ്മ്യൂണിറ്റി. ഇപ്പൊ നേരത്തെ റൂസ മാഡം പറഞ്ഞ നമ്മുടെ രോഗപ്രതിരോധ ശക്തി നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. പിന്നെന്താണ്, നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാൻ കഴിയുന്നു. കാരണം എന്താണ്, പ്ലാസ്റ്റിക് ഇല്ല അല്ലെ. നമ്മൾ അലക്കിയ വെള്ളം ചെടികൾക്ക് ഒഴിക്കാം അല്ലെ. നമ്മൾ പ്ലാസ്റ്റിക് ഒന്നും യൂസ് ചെയ്യുന്നില്ല. പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുന്നു. നമ്മൾ കൃഷിയെ പരിപാലിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ട്. പിന്നെന്താണ്, ബി ഇന്ത്യൻ ബൈ ഇന്ത്യൻ അല്ലെ. എന്താണ്, നമ്മളൊരു ഇന്ത്യക്കാരനാണെങ്കിൽ ഇന്ത്യൻ ഉൽപ്പന്നം ഉപയോഗിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. പക്ഷെ ഇന്ന് നമ്മൾ മാർക്കറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമുക്ക് ലഭിക്കുന്ന പല ഉൽപ്പന്നങ്ങളും വിദേശ കമ്പനികളുടേതാണ് അല്ലെ. ഹിന്ദുസ്ഥാൻ ലിവർ എന്ന് പറയുന്ന കമ്പനി യൂണിയൻ ലിവർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് കമ്പനിയാണ് അല്ലെ. ശരിയല്ലേ? അപ്പൊ നമ്മൾ പോലും അറിയാതെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാകുന്ന പണം മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അതിന്റെ ആവശ്യമുണ്ടോ അല്ലെ? നമ്മൾ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഗാന്ധിജിയെ പോലെയുള്ള ആളുകൾ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് സ്വാതന്ത്ര്യം നേടി നമുക്ക് തന്നത്. ഇനിയും നമ്മളുള്ള ഉൽപ്പന്നങ്ങളിലൂടെ മറ്റു രാജ്യങ്ങളെ സമ്പന്നരാക്കേണ്ട ആവശ്യമുണ്ടോ? അതോ ഇന്ത്യയെ സമ്പന്നമാക്കണോ? ഇന്ത്യയെ സമ്പന്ന രാജ്യമാക്കണോ? ഇന്ത്യ സമ്പന്നമാക്കണം. അപ്പൊ നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി കൂടി ചെയ്യാവുന്ന ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ്. കാരണം നമ്മുടെ നാഷണൽ ഗ്രോത്ത്, നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെ സഹായിക്കും. പിന്നെ ഇൻകം ടാക്സും സെയിൽസ് ടാക്സും ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലെ. നമ്മൾ വരുമാനം ലഭിക്കുന്ന ആൾക്കാർ കൃത്യമായിട്ട് കൊടുക്കുന്നു. ഓരോ ഉൽപ്പന്നം മേടിക്കുമ്പോഴും അതേ സമയം തന്നെ സർക്കാരിലേക്ക് അതിന്റെ ടാക്സ് ലഭിക്കുന്നു, GST ലഭിക്കുന്നു. അതുകൊണ്ട് ഗവൺമെന്റ് ഫുൾ സപ്പോർട്ടാണ് ഈ ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ അടുത്ത കാര്യങ്ങൾ, നമ്മൾ ബിസിനസ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? സെൽഫ് യൂസ് ആൻഡ് റീറ്റെയിലിംഗ് അല്ലെ. സ്വന്തമായിട്ട് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. അടുത്തത് റീറ്റെയിൽ ചെയ്യുക. പിന്നെന്താണ്, നമ്മുടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഇന്ധനം എന്ന് പറയുന്നത് അല്ലെ, ഒരു പെട്രോൾ എഞ്ചിന്റെ ഇന്ധനം പെട്രോളാണ്. പെട്രോൾ അടിച്ചില്ല വണ്ടി മുമ്പോട്ട് പോകുള്ളൂ. ഡീസൽ എഞ്ചിന്റെ ഇന്ധനം ഡീസലാണ്. ഇപ്പോഴത്തെ ഇലക്ട്രിക് വാഹനങ്ങളിലെ ഇന്ധനം ഇലക്ട്രിക്. എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഇന്ധനം മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ പതരാതെ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂവൽ എന്താണ്? മെമ്മറി ജോഗർ, നെയിം ലിസ്റ്റ് അല്ലെ. നെയിം ലിസ്റ്റ്, പല്ല് തേക്കുന്ന, എല്ലാ ദിവസവും പല്ല് തേക്കുന്ന, എല്ലാ ദിവസവും കുളിക്കുന്ന, എല്ലാ ദിവസവും ചായ കുടിക്കുന്ന, പാത്രം കഴുകുന്ന, ടോയ്ലറ്റ് വൃത്തിയാക്കുന്ന, ഷാമ്പു ഉപയോഗിക്കുന്ന അല്ലെ ആളുകളുടെ ഒരു ലിസ്റ്റ്. അങ്ങനെയുള്ള ആളുകളെ ആരെങ്കിലും പരിചയമുണ്ടോ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾക്ക്? ഉണ്ട് സാറേ. എത്ര പേരെ പരിചയമുണ്ട്?
ഒത്തിരി പേരെ ഒത്തിരി. ഓക്കെ. പരിചയമുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ പേരുകൾ എഴുതി വെക്കുക, അവരെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ അറിയിക്കുക. പിന്നെ പ്രൊഡക്റ്റ് ഡെമോൺസ്ട്രേഷൻ അല്ലെ, നമുക്ക് കമ്പനിയുടെ ഡെമോ കിറ്റ് തരുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഡെമോൺസ്ട്രേഷൻ കിറ്റ് ഉണ്ട്, ഞാൻ എവിടെ പോകുമ്പോൾ അത് കൊണ്ടുപോകാറുണ്ട്. ഡെമോൺസ്ട്രേഷൻ കിറ്റ് വേണം. പ്ലാൻ പ്രസന്റേഷൻ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്ത് വേണം? ടൂൾസ് വേണം, ഫയൽ വേണം. തേർഡ് പാർട്ടി സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പത്രങ്ങളിലും മറ്റും വന്ന വാർത്തകൾ വേണം. ഇപ്പൊ മലയാളിയുടെ ഭക്ഷണം സർവത്ര മായം എന്ന് പറയുന്ന ഒരു മനോരമ റിപ്പോർട്ട് ഉണ്ട്. ഡയറക്ട് സെല്ലിങ്ങിൽ വൻ കുതിപ്പ് എന്ന് പറയുന്ന മാതൃഭൂമി റിപ്പോർട്ട്. ഇതെല്ലാം ജനങ്ങൾക്ക് അറിയാത്തതും നമുക്ക് അറിയാവുന്നതും എന്നാൽ നമ്മൾ മറ്റുള്ളവർ കാണിക്കാത്തതുമായ ചില കാര്യങ്ങളാണ്. കാണിക്കുന്നവരുണ്ട്, കാണിക്കുന്നവർക്ക് അഭിനന്ദനങ്ങൾ. ശരിയാണോ? അപ്പോൾ അതൊക്കെ പ്ലാൻ പ്രസന്റേഷൻ ഭാഗമായിട്ട് നോക്കുകയാണ്. പിന്നെന്താണ് ഇതിലിപ്പോ സമീർ മോദി ആസാദി പ്ലാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സമീർ മോദി ഇൻഫിനിറ്റി പ്ലാനിന്റെ പ്രത്യേകതകള് നമ്മളുടെ ഇൻകത്തിന്റെ വൈവിധ്യം, എത്ര നേരത്തെ ഇൻകം നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ടൈറ്റിൽസ് എന്തൊക്കെയാണ് ടൈറ്റിൽസ്? ഇപ്പോഴത്തെ നമ്മൾ ഡയറക്ടർ, സീനിയർ ഡയറക്ടർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, പ്ലാറ്റിനം, റെഡ് ഡയമണ്ട്, ഇങ്ങനെ പോകുന്നില്ലേ? പിന്നെ എത്ര ടീം നമുക്ക് വേണം? ഇപ്പോഴത്തെ പ്ലാൻ പ്രകാരം നമുക്ക് എത്ര ടീം മതി? 4 ടീം മതി അല്ലെ? പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് സ്പോൺസറിങ്ങിന്റെ പ്രാധാന്യം, ഇതെല്ലാം ഓരോ വിഷയങ്ങളാണ്, ഹെഡിങ്സ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലതും നമുക്ക് സംസാരിക്കാം. പിന്നെ വിഷ്വലൈസേഷന്റെ പ്രാധാന്യം അല്ലെ, നമ്മുടെ മനസ്സിൽ നമ്മൾ തീവ്രമായി ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം ഗൂഢാലോചന നടത്തി ഈ പ്രപഞ്ചം തന്നെ ഗൂഢാലോചന നടത്തി അതിനെ പറ്റിയ വ്യക്തികളെയും സാഹചര്യങ്ങളെയും അടുപ്പിച്ചു തരുന്നുള്ളത് ഇത് വളരെ ശക്തമായ 100% സത്യസന്ധമായ ഒരു കാര്യമാണ്. ഞാനത് വിശ്വസിക്കുന്നു. കഷ്ടപ്പാടിന്റെ ദിവസങ്ങളിലൊക്കെ അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് ഇന്നത്തെ നിലയിലേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞത് നമുക്ക് എല്ലാവർക്കും എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോ ഇതെല്ലാം വിഷ്വലൈസേഷന്റെ ഭാഗമാണ്, നമുക്കറിയാം. പിന്നെ ഡെയിലി ഹാബിറ്റ്സ് ഫോർ ബിക്കമിങ് എ റിച്ച് പേഴ്സൺ, ഇതെല്ലാം നമ്മൾ രാവിലെയുള്ള 6 മണി വർക്ക്ഷോപ്പിൽ കേൾക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ശരിയല്ലേ? ഒരു റിച്ച് പേഴ്സൺ, ജീവിത വിജയം നേടിയ ഒരാളുടെ ഡെയിലി ഹാബിറ്റ്സ് എന്തെല്ലാം ചെയ്യണം, അതിലെന്തൊക്കെ ഉണ്ടാവും? മെഡിറ്റേഷൻ പറയുന്നുണ്ട്, എക്സസൈസ് പറയുന്നുണ്ട് അല്ലെ, ആവശ്യത്തിന് വെള്ളം കുടിക്കുന്ന കാര്യം പറയുന്നുണ്ട്, പോസിറ്റീവായ പുസ്തകങ്ങൾ വായിക്കുന്ന കാര്യം പറയുന്നുണ്ട്, കാര്യങ്ങൾ എഴുതി വെക്കുന്ന കാര്യം പറയുന്നുണ്ട്, ഇതെല്ലാം പറയുന്നുണ്ട് അല്ലെ. അപ്പോ അതെന്തൊക്കെയാണെന്നുള്ളത് പറയാം. പിന്നെ ഫോളോ അപ്പ്, നമ്മളെ ഒരാൾ പ്രോഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാളെ ഫോളോ അപ്പ് ചെയ്ത് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യം, ടീം ഡെവലപ്പ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത, പിന്നെ നമ്മളും അപ്ലൈനും ഡൗൺലൈനുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം അല്ലെ, നല്ല അല്ലെ, വെറും ബിസിനസിന് വേണ്ടി എന്നതിനേക്കാൾ ഉപരിയായിട്ട് നല്ലൊരു സൗഹൃദ ബന്ധം നിലനിർത്താനും അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യാനും അല്ലെ, ആ ഒരു നല്ല റിലേഷൻഷിപ്പാണ് വേണ്ടത്. നമ്മൾ അങ്ങനെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും? അതെ സാറേ, അതെ അതെ. ഓക്കെ. പിന്നെ ബിൽഡിംഗ് ഓഫ് ബിസിനസ് ബിൽഡേഴ്സ്, നമ്മുടെ ബിസിനസ് ബിൽഡേഴ്സിനെ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അവരെ എങ്ങനെ നല്ല സ്പീക്കേഴ്സ് ആക്കി മാറ്റാം, എങ്ങനെ നല്ല ട്രെയിനേഴ്സ് ആക്കി മാറ്റാം, ഇതെല്ലാം നമുക്ക് ഇതൊക്കെ എന്തിനു വേണ്ടി ചെയ്യണം. പിന്നെ ഗോൾ സെറ്റിംഗ് നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ അടുത്ത് ലാസ്റ്റ് ആണ് ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അവസരം മറ്റുള്ള ആൾക്കാരോട് പറയുമ്പോൾ അവർ പറയാറുള്ള തടസ്സങ്ങൾ അല്ലെ, അവർ പറയുന്ന നെഗറ്റീവിനെ എങ്ങനെ പോസിറ്റീവ് ആക്കണം, എന്തുകൊണ്ട് മാർക്കറ്റ് നെഗറ്റീവായി, എന്തുകൊണ്ടാണ് എല്ലാവരും സക്സസിലേക്ക് എത്താത്തത്, എങ്ങനെ ചലഞ്ചസിനെ ഫേസ് ചെയ്യാം, അതിന്റെ കരുത്ത് എങ്ങനെ സൃഷ്ടിക്കാം. പിന്നെ അതുകൂടാതെ MSCകളെയും DPകളുടെയും ഡീറ്റെയിൽസ്, സൂമിൽ ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള ഡിസിപ്ലിൻ, നമ്മൾ അത് മ്യൂട്ട് ചെയ്ത് വെക്കേണ്ടത്, സാധിക്കുന്ന സമയങ്ങളിൽ വീഡിയോ ഓൺ ചെയ്ത് അറ്റൻഡ് ചെയ്യേണ്ടത്, പിന്നെ നമ്മുടെ ഡ്രസ്സിങ്, നമ്മുടെ ടൂൾസ്, നമ്മുടെ ഫയൽസ്. അപ്പൊ നേരത്തെ പറഞ്ഞ ഡെയിലി ഹാബിറ്റ്സ് ഓഫ് ബിക്കമിങ് റിച്ച്, നമ്മളെ ഡെയിലി ചെയ്യേണ്ട ഹാബിറ്റ്, ചിലത് റിപ്പീറ്റിംഗ് വന്നിട്ടുണ്ട് കാരണം ഡിഫറെന്റ് ദിവസങ്ങളിലേക്ക് പ്രോഗ്രാം അവതരിക്കുന്നത്. പിന്നെ എങ്ങനെ മീറ്റിങ്ങുകളിലേക്ക് വളരെ നല്ല രീതിയിൽ നമ്മളെ ഫ്രണ്ട്സിനെ ക്ഷണിക്കാം, ഗോൾ സെറ്റിംഗ്, ഇത്രയും കാര്യങ്ങളാണ്. ഇതെല്ലാം പോയിന്റ്സ് ആണ്. ഈ ഓരോ പോയിന്റ്സിനെയും പറ്റി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ സാധിക്കും. അത് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ പഠിക്കാം. കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഞാൻ പോയിന്റ്സ് മാത്രമാണ് ഇട്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ വളരെ ഫാസ്റ്റായിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്തരം പോയിന്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനോടൊപ്പം നമ്മളുടെ പ്രൊഡക്റ്റ്, ഇപ്പൊ റൂസോമേയുടെ റെന്യൂമേയുടെ ഒക്കെ നല്ല രീതിയിൽ പ്രൊഡക്റ്റ് ട്രെയിനിങ് ഒക്കെ എടുക്കുന്ന അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ പ്രോഗ്രാമുകൾ കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കാനും കൂടുതൽ ആളുകൾക്ക് ഇതിലേക്ക് വരാനുള്ള ഒരു ഇൻസ്പിറേഷൻ സൃഷ്ടിക്കാനൊക്കെ ഈ പോയിന്റ്സിന് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ലീഡേഴ്സ് ഇതെല്ലാം കേട്ട് കാണും. അപ്പൊ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇതിലെ 3-4 പോയിന്റ്സ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ പ്രോഗ്രാമുകൾ സജീവമാക്കുക. അപ്പോൾ ഞാൻ വീണ്ടും മൈക്ക് നമ്മുടെ റൂസം മേഡത്തിലേക്ക് ഷെയർ ചെയ്യുന്നു. നമ്മുടെ സിറിൽ സാർ ഇന്ന്
പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തിരി തിരക്കിലായിരിക്കും എന്നുള്ള പറഞ്ഞിരുന്നു. അവിടെ നമ്മുടെ പാലാരിവട്ടം പള്ളി സെമിത്തേരി ചർച്ച് ഇന്ന് ഇനോഗ്രേഷൻ ആണ്, വലിയ പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കും ആളെത്താത്തത്. അപ്പൊ ഓവർ ടു യു റൂസോ മാഡം. താങ്ക് യു തോമസ് സർ ഫോർ യുവർ മെസ്സേജ്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. നമ്മുടെ സാറിന്റെ വിലയേറിയ വാക്കുകൾ എല്ലാവർക്കും കൃത്യമായി മനസ്സിലായി. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഓരോ പോയിന്റ്സും എടുത്തിട്ട് നിങ്ങൾ ആദ്യം തന്നെ ചാറ്റ് GPT എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് നിങ്ങൾ ആരാണെന്ന് ഒന്ന് ആദ്യം എഴുതിയിടുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്തിട്ടാലും നിങ്ങൾ എന്താണോ അതിനനുസരിച്ചുള്ള ആൻസർ നിങ്ങൾ തിരിച്ചു തരാൻ തുടങ്ങും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് നല്ല വിപുലമാക്കി അത് തന്നെ പറയാതെ അതിനനുസരിച്ച് ഇച്ചിരി കൂടി ഭേദപ്പെടുത്തി നമുക്ക് നമ്മുടേതായ ഐഡിയയിൽ നല്ല വിശദമായിട്ട് ഓരോ പോയിന്റ്സും പറയാനായിട്ട് എല്ലാവർക്കും സാധിക്കും. ചാറ്റ് GPT ഒന്ന് നോക്കുക. അപ്പൊ എല്ലാവരും അതിന് ശ്രമിച്ചുകൊണ്ട് എല്ലാവരും നല്ല സ്പീക്കേഴ്സ് ആയി മാറണമെന്നും പിന്നെ ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും റൂസോ നന്ദിയും. മാഡം ഒരു ഒന്നോ രണ്ടോ ലീഡേഴ്സിന് ഒരു മിനിറ്റ് 30 സെക്കൻഡ് സമയം കൊടുക്കാം സംസാരിക്കാൻ. 2 മിനിറ്റ് കൂടെ ഉണ്ട്. ഓക്കെ ഓക്കെ, ആരാണ് ഒന്നിനിടെ സംസാരിക്കുന്നത്? വെൽക്കം. നല്ല ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പറയൂ സാർ. എനിക്ക് ഒറ്റ വാക്ക് പറയാനുണ്ടെങ്കിൽ, ഇൻ ദ വിൽഡേർനെസ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് സംസാരിച്ചതുപോലെ കുറെ നാളുകളായി ഞാൻ കാത്തിരുന്നത് ഇന്ന് എനിക്ക് കിട്ടി. താങ്ക് യു ജോളി സാറേ. താങ്ക് യു സാർ. താങ്ക് യു തോമസ് സാർ. സൂപ്പർ സൂപ്പർ സൂപ്പർ. സംസാരിക്കും. കുറേ ദിവസം കൂടി ഒരു നല്ലൊരു ക്ലാസ് കേട്ടു. എനിക്ക് കയറാൻ സമയമില്ലാത്തോണ്ടാണ്, അതൊരു എക്സ്ക്യൂസ് ആണ്. എന്നാലും ഒത്തിരി സന്തോഷം. റൂസോ മാം നന്നായിട്ട് നമ്മളുടെ പ്രോഡക്റ്റ് ക്ലാസ് എടുത്തു. ഒത്തിരി സന്തോഷം. വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ സാറാണെങ്കിലും നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വളരെ ഏത് പൊട്ടന്മാർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് സാറ് ലളിതമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. അപ്പോ ഒത്തിരി നന്ദി എല്ലാവർക്കും. താങ്ക് യു. താങ്ക് യു മാഡം. എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രോഗ്രാമും അങ്ങനെയുള്ള പാട്ടും എടുത്തുകൊണ്ട് ഓരോരുത്തർ വരുന്നത്. അപ്പൊ അത് മനസ്സിലാക്കുക. എല്ലാവരും ഒന്ന് ആഗ്രഹിച്ചാൽ മതി, അത് വരും. അപ്പൊ ഇനി ആരും നമ്മുടെ രാജീവ് സാർ ഉണ്ടോ? രാജീവ് സാർ പട്ടണം പറവൂർ ഫ്രീ ആണോ? സാർ ഉണ്ട്. ഓക്കെ. അപ്പൊ കുറച്ച് നാളായി നമുക്ക് ഇതുപോലെ ഒരു എനർജറ്റിക് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രോഗ്രാം ഒക്കെ എനർജറ്റിക് ആണ്. നമ്മൾ അടുത്തത് എന്താണെന്നുള്ള ആകാംക്ഷയോടുകൂടി ഇരിക്കുന്ന ഒരു ക്ലാസ്. അത് വളരെ എഫക്റ്റീവായിട്ട് സാറ് ആ ഒരു വിരസത ഇല്ലാതെ വളരെ എഫക്റ്റീവായിട്ട് സാറ് എടുത്ത് അതിന് ആദ്യത്തെ തുടക്കം വെച്ചത് നമ്മുടെ റൂസോ മേഡമാണ്. റൂസോ മേഡത്തിന്റെ ക്ലാസ് നല്ല രസമായിരുന്നു. നല്ല ആസ്വദിച്ചു. ഞാൻ ഇന്ന് വളരെയധികം ആസ്വദിച്ചു. അല്ലെങ്കിൽ ഞാൻ പറയാൻ പാടില്ലെങ്കിലും ഇടയ്ക്കൊരു കൂട്ടുകാരൊക്കെ ചില ക്ലാസ്സുകളിൽ വരാറുണ്ട്. പക്ഷെ ഇത് അതിനുള്ളൊരു സമയം പോലും കിട്ടിയില്ല. വളരെ പവർഫുൾ ആയിട്ട് നല്ല രസത്തോടുകൂടി തന്നെയാണ് ഇതിന് ശ്രദ്ധിച്ചിരുന്നത്. അപ്പൊ ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ നമ്മള് മുൻപൊക്കെ അതിന്റെ ഇടയ്ക്ക് കുറച്ച് നാള് നമ്മൾക്ക് ഇതുപോലെ ഒരു സ്ലാഗ് പോലെയൊക്കെ ഇടുന്ന നമ്മുടെ ക്ലാസ്സുകൾ. അതിന്റെ ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ നമ്മുടെ പവർഫുൾ ആയിരിക്കും. ഈ ഇങ്ങനെയുള്ള പോയിന്റുകൾ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ വളരെ നല്ല രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് ഇനി നല്ല ഹൈ ആയിട്ടൊക്കെ പോകാം. താങ്ക് യു സാർ. താങ്ക് യു. സാർ. പ്ലീസ് വെൽക്കം. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു. ബൈ. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ബൈ. താങ്ക് യു മാഡം. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു.